സെൻസേഷൻ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും എക്സാമിന് എക്സ്പെക്ട് ചെയ്യേണ്ട കുറച്ച് ഏരിയാസ് ആണ് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. സോ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ ടഫായിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് വരുന്നതെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ മിസ് കണക്ക് കൂട്ടിയപ്പോൾ കുറച്ച് ഹിഡൻ ആയിട്ടുള്ള ഏരിയയിൽ നിന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത് എന്ന് പറയുന്നത് ആക്ഷൻ പൊട്ടൻഷ്യൽ, റിസപ്റ്റർ പൊട്ടൻഷ്യൽ ആണ്. ഒന്നെങ്കിൽ ഈ ഡയഗ്രാം ഇതേപോലെ തന്നിട്ട് ചോദ്യം വരാം, അതല്ലെങ്കിൽ എന്താണ് ആക്ഷൻ പൊട്ടൻഷ്യൽ, എന്താണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്നും ഈ റിസപ്റ്റേഴ്സ് എന്താണ്, ഇമ്പൾസ് എന്താണ്, ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദ്യം തന്ന് നിങ്ങളെ കുഴപ്പിക്കാം. അപ്പോൾ നോക്കിക്കോളൂ, എന്താ ആക്ഷൻ പൊട്ടൻഷ്യൽ, എന്താ റിസപ്റ്റർ പൊട്ടൻഷ്യൽ. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് റിസപ്റ്റർ പൊട്ടൻഷ്യൽ, ദ റിസപ്റ്റർ ഓഫ് ദ സ്കിൻ. നിങ്ങൾക്ക് ഒരു റിസപ്റ്റർ, ഇപ്പം നമുക്കൊരു ചൂട് ഹീറ്റ് അടിച്ചെങ്കിൽ ആ ചൂടിനെ ആദ്യം സ്വീകരിക്കുന്നത് നമ്മുടെ സ്കിന്നാണ്. അപ്പോൾ സ്കിന്നിലുള്ള റിസപ്റ്റേഴ്സ് ആണ് ആ ഒരു ചൂട് ഹീറ്റ് അനുഭവപ്പെടുന്നത്. അപ്പോൾ റിസപ്റ്ററിൽ ഉണ്ടാവുന്ന ആ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അവിടെ നിന്ന് നേരെ ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ആ റിസപ്റ്ററിൽ നിന്ന് ന്യൂറോണിലോട്ട് കയറുന്നു. അപ്പോൾ ന്യൂറോണിൽ ഇമ്പൾസ് ഉണ്ടാകുന്നു, സെൻസറി ന്യൂറോണിൽ ഇമ്പൾസ് ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ റിസപ്റ്റർ പൊട്ടൻഷ്യൽ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്താണെന്ന് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കാം. അടുത്തത് നോക്കിയോ, nerve impulse reach related parts of brain from the appropriate response instruction, muscles and glands responds to this instruction accordingly. ഇവിടുന്ന് പിന്നെ എന്ത് ചെയ്യുന്നു, എങ്ങോട്ടേക്കാണോ ഇത് പോകുന്നത്, ബ്രെയിനിലേക്കാണെങ്കിൽ സ്പൈനൽ കോഡിലേക്കാണെങ്കിൽ അങ്ങോട്ട് പോകും. തിരിച്ച് മോട്ടോർ ന്യൂറോൺ വഴി ഏത് മസിലാണോ ഗ്ലാൻഡ് ആണോ ഏതാണോ റിയാക്ട് ചെയ്യേണ്ടത് അത് എന്ത് ചെയ്യുന്നു, റെസ്പോൺസ് ആക്ഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ലെയേഴ്സ് ഓഫ് ദ ഐ ആൻഡ് അസോസിയേറ്റഡ് പാർട്സ്, കണ്ണിലെ പാളികളും അനുബന്ധ ഭാഗങ്ങളുമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നോക്കിക്കേ, കണ്ണിലെ പാളികളും അനുബന്ധ ഭാഗങ്ങളും എന്ന് പറയുമ്പോൾ നമുക്ക് 3 പാളികളാണ് കണ്ണിനെ ശരിക്കും പറയുന്നത്. അതായത് സ്ക്ലീറ, കോറോയിഡ് ആൻഡ് റെറ്റിന. ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് സ്ക്ലീറ, പിന്നെ കോറോയിഡ് രക്തപടലം, പിന്നെ റെറ്റിന ആണ് ദൃഷ്ടിപടലം. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സ്ക്ലീറയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇവിടെ കോർണിയ വരുന്നത്. കോറോയിഡിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇവിടെ ഐറിസ്, സിലിയറി മസിൽസ്, ലിഗമെന്റ്സ് വരുന്നത്. പിന്നെ ഏറ്റവും ഉള്ളിലായിട്ടാണ് എന്ത് വരുന്നത്, നമ്മുടെ റെറ്റിന, അവിടെയാണ് യെല്ലോ സ്പോട്ട്, അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട്, കണ്ടിന്യൂഷൻ ആയിട്ട് ഒപ്റ്റിക് നെർവ് വരുന്നത്. ഇതാണ് ലെയറിൽ ഓർത്ത് വെച്ചേക്കേണ്ട കാര്യം, പാളികൾ. സ്ക്ലീറ എന്ന് പറയുന്നത് ഇതിനാ പ്രൊവൈഡ് ഫേംനെസ് ആൻഡ് പ്രൊട്ടക്ഷൻ ആണ്, കണ്ണിന് സംരക്ഷണവും ഉറപ്പും നൽകുന്നു. രക്തപടലം എന്തിനാണ്, ന്യൂട്രിയൻസ് അല്ലെ, ഓക്സിജൻ കൊടുക്കുന്നു, പോഷണം നൽകുന്നു. ദൃഷ്ടിപടലം അല്ലെങ്കിൽ നമ്മുടെ റെറ്റിന എന്ന് പറയുന്നതോ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നു, പ്രതിബിംബം, നമ്മുടെ ഈ ഒരു ഇമേജ് ഫോം ചെയ്യുന്ന ഭാഗമാണ്. ഇനി എന്തൊക്കെയാണ് ഇവിടുത്തെ ലെയേഴ്സ് എന്ന് പറയുന്നത്, സ്ക്ലീറ, കോറോയിഡ്, റെറ്റിന കൂടാതെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ് ലെയർ ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ്, ബൈപോളാർ സെൽ ലെയർ, ഗാംഗ്ലിയോൺ സെൽ ലെയർ. ഇതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് മുന്നത്തെ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്, അതായത് മുന്നത്തെ ടേം ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളതാണ്. പ്രകാശഗ്രാഹി കോശങ്ങളായിട്ടുള്ള റോഡ് സെൽ, കോൺ സെൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ലെയറിലാണ്. അവിടെ നിന്നുള്ള ഇമ്പൾസിനെ കൊടുക്കുന്നത് നേരെ ബൈപോളാർ ലെയറിലാണ്. ബൈപോളാർ ലെയറിൽ നിന്നും മെസ്സേജ് കൊടുക്കുന്നത് ഗാംഗ്ലിയോൺ ലെയറിലാണ്. ഗാംഗ്ലിയോണിൽ നിന്ന് പിന്നെ നേരെ എന്ത് ചെയ്യുന്നു, ഇത് നേത്രനാഡി അല്ലെങ്കിൽ പിന്നെ നേരെ നമ്മുടെ ഒപ്റ്റിക് നെർവിലേക്കാണ് പോകുന്നത്. അപ്പം ഈ ഗാംഗ്ലിയോൺ സെൽ ലെയറാണ് ബൈപോളാർ സെൽ ലെയറിൽ നിന്ന് ഒപ്റ്റിക് നെർവിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് ഒപ്റ്റിക് നെർവ് ബ്രെയിനിൽ സെറിബ്രത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ഇമ്പൾസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് എന്താണ്, നമ്മുടെ ഡിം ലൈറ്റ് ആൻഡ് ബ്രൈറ്റ് ലൈറ്റ്. നമുക്ക് 2 മസിൽസ് ആണ്, ഇത് റേഡിയൽ മസിൽസ് ആൻഡ് സർക്കുലർ മസിൽസ്, ഐറിസിലുള്ളത്. അപ്പോൾ ഈ 2 മസിൽസ് എങ്ങനെ ആക്ട് ചെയ്യുന്നു, ഡിം ലൈറ്റ് എന്ന് പറയുമ്പോൾ മങ്ങിയ പ്രകാശമാണ്, അവിടെ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു. റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഡിം ലൈറ്റിൽ എന്താ, പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യുന്നത് അല്ലേ, അതേപോലെ തന്നെ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിൾ വലുതാവുന്നു. എന്നാൽ തീവ്ര പ്രകാശം ബ്രൈറ്റ് ലൈറ്റ് ആകുമ്പോൾ പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു, ചെറുതാവുകയാണ്, വലയ പേശികളാണ് എവിടെ എന്ത് ചെയ്യുന്നത്, സങ്കോചിക്കുന്നത്. സോ അവിടെ പ്യൂപ്പിൾ ചെറുതാകുമ്പോൾ സർക്കുലർ മസിൽസ് ആണ് വലുതാവുന്നത് എന്നും കൂടെ, അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. രണ്ടാമത്തേത് എന്താ, ലെൻസ് നമ്മൾ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിലും നിയർ ബൈ ഒബ്ജക്റ്റിലും കാണുന്ന ഡിഫറൻസ് ആണ്. അതിന് ഇത്രയും കാര്യം ഓർത്ത് വെച്ചാൽ മതി. ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിലാണെങ്കിൽ കർവേച്ചർ എന്ത് ചെയ്യും, ലെൻസ് കർവേച്ചർ വക്രത കുറയും, ലിഗമെന്റ്സ് സ്ട്രെച്ച് ആകുകയാണ് ചെയ്യുന്നത്, വലിയാണ് ചെയ്യുന്നത്. സീലിയർ മസിൽസും റിലാക്സ്ഡ് ആണ്, അവിടെ സീലിയറി പേശികൾ വിശ്രമാവസ്ഥയിലാണ്. എന്നാൽ അടുത്തുള്ള വസ്തു നമ്മൾ അടുത്തോട്ട് നോക്കുമ്പോൾ ലെൻസിന്റെ കർവേച്ചർ കൂടും, ആൻഡ് ലിഗമെന്റ് എന്ത് ചെയ്യുന്നു, വിശ്രമാവസ്ഥയിലാകുന്നു, ആൻഡ് സിലിയറി പേശികളാണ് അവിടെ സങ്കോചിക്കുന്നത്. സിലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്ന എപ്പോഴാണ്, അടുത്തുള്ള വസ്തുവിൽ. അടുത്തുള്ള വസ്തു വരുമ്പോൾ സിലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു, അതിന് ഓപ്പോസിറ്റ് ലിഗമെന്റ് ചെയ്യുന്നു, കർവേച്ചർ കൂടുന്നു. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, റിലേറ്റ് ചെയ്ത് തന്നെ പഠിച്ചു വെക്കാം.
പിന്നെ ഐ ഡിഫക്ട്സിൽ പ്രധാനമായിട്ട് രണ്ടാൾക്കാരെ നിങ്ങൾ ഓർത്ത് വെക്കണം. മയോപ്പി ആണെങ്കിൽ ദ ഇമേജ് ഫോം ചെയ്യുന്നത് ഉള്ളിലാണ്, നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺകേവ് ലെൻസ് ആണ്, ഷോർട്ട് സൈറ്റഡ്നെസ് ആണ് ഹ്രസ്വദൃഷ്ടി. ഇനി ഹൈപ്പർ മെട്രോപ്പി ആണെങ്കിൽ അവിടെ എന്താ ദീർഘദൃഷ്ടിയാണ്, അവിടെ നമ്മൾ കോൺവെക്സ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇമേജ് പുറത്ത് ഫോം ചെയ്യുമ്പോഴാണ് നമ്മൾ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കണം, ഏതും ചോദ്യം വരാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ഐയുടെ ഭാഗം വരെയുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഏരിയ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.